Hello, welcome back to another video. സ്കൂട്ടർ രംഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീഷനോടുകൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു TVS അതുപോലെ ബജാജ് അങ്ങനെ ഒത്തിരിയേറെ മോഡൽസ് ഇപ്പോൾ നല്ല രീതിയിൽ കോമ്പറ്റീഷനോടെയാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രംഗത്തേക്ക് റീസെൻ്റ്ലി ഹോണ്ട അവരുടെ ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഇപ്പോൾ സുസുക്കിയും അവരുടെ ഫസ്റ്റ് സ്കൂട്ടറുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ് ഈ ഒരു മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂട്ടറായ ആക്സസിനെ തന്നെ സ്കൂട്ടറായിട്ടുള്ള ഇതിൽ കൺവേർട്ട് ചെയ്ത രീതിയിലാണ് അവർ വരുന്നത്. സോ ആക്സസ് എന്നാണ് ഈ ഒരു മോഡലിന് നെയിം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ്, റേഞ്ച്, അതുപോലെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ് എല്ലാമാണ് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത്. ഒട്ടും വലിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഡിസൈൻ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സസിനെ ചെറിയ രീതിയിലുള്ളൊരു മോഡിഫൈ ചേഞ്ച് കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു LED ഹെഡ്ലൈറ്റ് ആൻഡ് തൊട്ട് താഴെയായിട്ടൊരു LED DRL കറക്റ്റ് സ്ട്രൈറ്റ് പോർഷനിലായിട്ട് സെൻറ്റർ പോർഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് ഒരു ഡീസൻറ്റ് ലുക്കുള്ളൊരു സ്കൂട്ടറായിട്ട് തന്നെയാണ് ഈ ഒരു ആക്സസിനെ സുസുക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ടയറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 90/19, റയറിൽ 100/80 ആണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. സസ്പെൻഷൻ പോർഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു മോഡലിൽ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3.07 കിലോ വാട്ടാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ആൻഡ് 4.1 കിലോ വാട്ടിൻ്റെ ഒരു മിഡ് ബെൽറ്റ് ഡ്രൈവ് ആയിട്ടുള്ളൊരു മോട്ടറാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ ടോപ്പ് സ്പീഡ് വരുന്നത് 71 കിലോമീറ്റർ ആണ് നമുക്ക് ടോപ്പ് സ്പീഡ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മോഡലിൽ നമുക്ക് 3 റൈഡ് മോഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. എക്കോ, റൈഡ് A, റൈഡ് B ആൻഡ് റിവേഴ്സ് മോഡാണ് വരുന്നത്. സോ ഈ ഒരു മോഡലിൽ നമുക്ക് ആ ഒരു ബാറ്ററി വന്നിട്ടുള്ളത് ഫിക്സഡ് ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ആ ഫ്ലോർ ബോർഡിലല്ല, നമ്മുടെ ബൂട്ട് സ്പേസിനോട് ചേർന്ന രീതിയിൽ ആ ഒരു റൈഡർ പോർഷനോട് തൊട്ട് താഴെയായിട്ടുണ്ട് ഈ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ബൂട്ട് സ്പേസ് കുറച്ച് കൺജസ്റ്റഡ് ആക്കിയിട്ടുണ്ട്. സ്പേസ് കുറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് കുറഞ്ഞു, ബട്ട് ഡെപ്ത്ത് കൂട്ടിയാണ് എൻ്റെ ബൂട്ട് സ്പേസ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് എന്തെങ്കിലും ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെപ്ത്ത് നല്ല രീതിയിലുണ്ട്. ബട്ട് ഒരു ഹെൽമെറ്റ്, ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ വയ്ക്കുമ്പോൾ മേ ബി അത് എല്ലാ മോഡൽസും അതിനകത്ത് സ്യൂട്ടബിൾ ആയിന്ന് വരില്ല. കാരണം ഡെപ്ത്ത് കൂടുതലും ലെങ്ത്ത് കുറവായിട്ട് രീതിയിലാണ് അവർ നൽകിയിട്ടുള്ളത്. അറൗണ്ട് 27 to 30 ലിറ്റേഴ്സിൻ്റെ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കമ്പനി ഇതിനകത്ത് ക്ലെയിം ചെയ്തിട്ടില്ല എത്ര ലിറ്റേഴ്സാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു മോഡൽ നമുക്ക് നോബ് പോലത്തെ സെറ്റപ്പാണ് കൺട്രോളിങ് കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. ആ ഒരു കീ സെറ്റിന് പകരമായിട്ട് അതിന് തൊട്ട് താഴെയായിട്ടാണ് ആ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു മോഡലിന്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് USB ചാർജിങ് പോർട്ടൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു മോഡലിൻ്റെ വെയിറ്റ് വരുന്നത് 122 കിലോഗ്രാം ആണ് കേട്ടോ വെയിറ്റ് നൽകിയിട്ടുള്ളത്. മോഡലിൻ്റെ IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 95 കിലോമീറ്റേഴ്സാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് വന്നിട്ടുള്ളത്. സോ ഒരു മറ്റു മോഡൽസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോമ്പറ്റീറ്റിംഗ് ആയിട്ടുള്ളൊരു റേഞ്ചാണ്. കാരണം കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ TVSൻ്റെ ആണെങ്കിലും ഏതറാണെങ്കിലും ഓലയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു റേഞ്ച് നൽകുന്നുണ്ട്. 100 above ആണ് അവരെല്ലാം ക്ലെയിം ചെയ്യുന്നത്. സോ IDC റേഞ്ച് 95 ആയതുകൊണ്ട് തന്നെ റിയൽ ടൈം യൂസേജിൽ ചെറിയൊരു വേരിയേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് മീറ്ററിൻ്റെ പോർഷനിലോട്ട് വരുവാണെങ്കിൽ 4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ടച്ച് സ്ക്രീൻ ഒന്നും അല്ല ഈ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നോർമലി തന്നെയാണ് നമുക്ക് അതിൻ്റെ കൺട്രോളിങ്സ് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നോർമൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കളർ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. സോ ഓവർ ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ആ ഒരു പോർഷനിൽ അവർ കുത്തി നിറച്ചിട്ടില്ല. അതുപോലെ സീറ്റിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള സീറ്റാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. അപ്പോൾ റൈഡറിനാണെങ്കിലും പില്ലിയനാണെങ്കിലും ഒരേപോലെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ലെങ്ത്തൊക്കെയും ആ ഒരു സീറ്റിന് വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഫ്ലോർ ബോർഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉള്ള രീതിയിലാണ് ഫ്ലോർ ബോർഡ് ഡിസൈനൊക്കെ നൽകിയിട്ടുള്ളത്. സോ ഓവറോൾ നമ്മുടെ നോർമൽ ഒരു ആക്സസ് രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ആക്സസ് ആക്കിയാൽ പോലും ആ ഒരു നോർമൽ പെട്രോൾ സ്കൂട്ടറിൻ്റെ രീതിയിൽ തന്നെ ഡിസൈനിങ് ഒക്കെയാണ് സുസുക്കി ഈ ഒരു മോഡൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 765 mm ആണ് സീറ്റ് ഹൈറ്റ് നൽകിയിട്ടുള്ളത്. 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിന്. ഈ ഒരു മോഡലിൻ്റെ ചാർജിങ് കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 240 വാട്ടിൻ്റെ ചാർജറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 0 to 80% എത്തുവാൻ അറൗണ്ട് ഒരു 4.30 മിനിറ്റ്സ് 4 hours 30 minutes ആണ് വേണ്ടി വരുന്നത്. ആൻഡ് 0 to 100 എത്തുവാൻ അറൗണ്ട് ഒരു 6 hours 42 minutes ആണ് വേണ്ടി വരുന്നത്. അത് നമുക്ക് ആ പോർട്ടബിൾ ചാർജറിലാണ് കേട്ടോ.
ഈ നെക്സ്റ്റ് ഇതിന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. പക്ഷേ അത് എത്ര വാട്ടാണ് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് റിവീൽ ചെയ്തിട്ടില്ല നിലവിൽ. ആ ഒരു ഫാസ്റ്റ് ചാർജ് നമ്മൾ പക്ഷേ ക്യാഷ് കൊടുത്ത് തന്നെ മേടിക്കണം. അതിനകത്ത് ഇൻബിൽഡായിട്ട് വരുന്നതല്ല, നമ്മൾ അഡീഷണലായിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ചാർജർ യൂസ് ചെയ്ത് 0-80% എത്തുവാൻ 1 hour 12 minutes ആണ് വേണ്ടത്. ആൻഡ് 0-100% ആണെങ്കിൽ 2 hour 12 minutes ആണ് വേണ്ടി വരുന്നത്. സോ ഫാസ്റ്റ് ചാർജ് ആകുമ്പോൾ ആ ഒരു ഡെയിലി ലൈഫിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് കിട്ടും. പക്ഷേ അതിൻ്റെ പ്രൈസിങ് എത്രത്തോളമാണ് എന്നെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് അതൊരു അഫോർഡബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ 2 ചാർജ് ആണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. 240 വാട്ട്സിൻ്റെ ചാർജർ നമുക്ക് ഇൻബിൽഡായിട്ട് നൽകുന്നുണ്ട്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ആക്സസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മോഡൽസ് വെച്ച്, ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ടി വി എസിൻ്റെ iQube ആണെങ്കിലും ആൻഡ് അതർ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ചിൽ ചെറിയൊരു കുറവ് ഫീൽ ചെയ്തു. ഇപ്പോൾ ടോപ്പ് സ്പീഡ് ഒരു 71 നോക്കുമ്പോൾ ഓക്കെ, ഒരു EV സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ 71 ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു 100+ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. അതിനിപ്പോൾ അറൗണ്ട് ഒരു 95 ആണ് ഇതിനകത്ത് ക്ലെയിം ചെയ്തിട്ടുള്ളത്. സോ ഒരു 95 എന്ന് പറയുമ്പോൾ റിയൽ ടൈം യൂസേജിൽ മേ ബി അത് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് കുറഞ്ഞൊരു റേഞ്ചാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നൽകുന്നത്. എന്തുകൊണ്ടും സുസുക്കി ആയതുകൊണ്ട് തന്നെ 1 lakh above ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസിങ് കാര്യങ്ങൾ വരാൻ പോകുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ റേഞ്ച് കുറവെന്ന് പറയുമ്പോൾ മാർക്കറ്റിലൊരു കോമ്പറ്റീഷൻ തന്നെയാകും സെയിൽ ഈ ഒരു മോഡലിന്. സോ സർവീസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ മേ ബി ക്ലിക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം EV സ്കൂട്ടേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസാണ്, ആഫ്റ്റർ സെയിൽസാണ് മെയിനായിട്ടും ആ ഒരു മോഡൽസിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം, ആൻഡ് കംപ്ലയിൻസും. അപ്പോൾ ആ ഒരു കേസ് സുസുക്കി നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു മോഡലും ക്ലിക്ക് ആവും. അതെടുത്ത് പറയാനുള്ള കാരണം അവരുടെ സർവീസ് നോർമൽ പെട്രോൾ സ്കൂട്ടേഴ്സ് തന്നെ അത്യാവശ്യം നല്ല മോശമായിട്ട് രീതിയിലാണ് ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും. ആൻഡ് പാർട്സ് അവൈലബിലിറ്റി വളരെ കുറവായിട്ട് തന്നെയാണ് സുസുക്കി ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതി ഈ ഒരു മോഡലിലോട്ട് അവർ കൊണ്ടുവരാണ്ടിരുന്നു കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ലൊരു സർവീസ് പാർട്സ് അവൈലബിലിറ്റി ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു മോഡലും മാർക്കറ്റിൽ നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളും വരും. സോ അങ്ങനെ വരും എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ പ്രൈസ് കറൻ്റ്ലി റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒഫീഷ്യലായിട്ട് ഷോറൂംസിൽ അവൈലബിൾ ആകാൻ പോകുമ്പോൾ അതിൻ്റെ പ്രൈസൊക്കെയും അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ സുസുക്കിയുടെ ആക്സസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡലിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് EV സ്കൂട്ടർ എടുക്കാൻ നിൽക്കുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. മേ ബി ഈ ഒരു മോഡൽ അവർക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ആൻഡ് തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ ബൈ.